വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അമേരിക്കയിലെ ഫിലഡൽഫിയ പ്രൊവിൻസ് 25 പെൺകുട്ടികളുടെ പ്രയാസപ്പെടുന്ന പെൺകുട്ടികളുടെ വിവാഹം നിർവഹിക്കണമെന്ന് തീരുമാനിച്ചു. അത് അതുപോലെ അവർക്ക് സഹായങ്ങൾ, സ്വർണം, സാമ്പത്തികമൊക്കെ കൊടുത്തുകൊണ്ട് പ്രൗഢമായൊരു ചടങ്ങിൽ വെച്ച് ചെയ്യാനാണ് അവിടെ തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്രകാരം തീരുമാനിച്ചപ്പോൾ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അവിടെ ഫിലഡൽഫിയയിലെ പ്രസിഡൻ്റായിരിക്കുന്ന നൈനാൻ മത്തായി സാറും എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ക്രിസ്റ്റഫർ സാറും അതുപോലെ അതിൻ്റെ അന്തർദേശീയ പ്രസിഡൻ്റായിട്ടുള്ള ജോൺ മത്തായി സാറും ഒക്കെ അന്വേഷിച്ചു ഗാന്ധി ഭവനിൽ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ. അപ്പോൾ ഞങ്ങൾ ഗാന്ധി ഭവൻ ഇതിനോടകം തന്നെ ഈ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ 370 പാവപ്പെട്ടവരുടെ കല്യാണം നടത്തുവാൻ പലരുടെ സഹകരണത്തോടു കൂടി നമുക്ക് സാധ്യമായി. അതിന് പ്രകാരം അത് ഗാന്ധി ഭവൻ അതിനുവേണ്ടി പരിശ്രമിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഉള്ള സന്നദ്ധ പ്രസ്ഥാനങ്ങളും അതുപോലെ ഗാന്ധി ഭവൻ്റെ സൗഹൃദമുള്ളവരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ 30 വയസ്സിന് താഴെ നിൽക്കുന്ന ഈ 25 ജോഡികൾ, 25 പെൺകുട്ടികളെയും അവർക്ക് അനുയോജ്യരായ വരന്മാരെയും കണ്ടെത്തിയിട്ടുണ്ട്. അത് തീർത്തും അത് അർഹരാണെന്ന് അവരുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, അതിൽ വലിയ അഭിമാനവും സന്തോഷവും ഇതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഗാന്ധി ഭവനുണ്ട്. വളരെ ഉദാത്തമായ ഒരു മാതൃകയാണ് വേൾഡ് മലയാളി കൗൺസിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഈ കാഴ്ചവെക്കുന്നത്. അത് 25 പെൺകുട്ടികളുടെ വിവാഹം അവരുടെ ഒരു സ്വപ്നമായിരുന്നു. ഇനിയും നമ്മുടെ സമൂഹത്തിൽ അനേകം പെൺകുട്ടികൾ ഇത്തരത്തിലുള്ളവരുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് ഉള്ള ഒരു നല്ല കരുതലാണ് ഇത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് സന്ദേശം അയക്കുന്നത്. ഗാന്ധി ഭവനിൽ വെച്ചാണ് ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2-നാണ് ഈ പ്രൗഢമായ ചടങ്ങ് ഉദ്ദേശിക്കുന്നത്. വലിയ സദ്യയൊരുക്കി അവരൊക്കെ വാഹന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് സമൂഹത്തിലെ മന്ത്രിമാരും സാമൂഹ്യ സംഘടനാ നേതാക്കന്മാരും അതുപോലെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അതിൻ്റെ സാരഥികളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് വളരെ ശ്രദ്ധേയവും വളരെ അധികം മനോഹരവും ഇത് സമൂഹത്തിന് മാതൃകയായ ഒരു ചടങ്ങായി തീരും. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നൈനാൻ മത്തായി സാറിൻ്റെ നേതൃത്വത്തിൽ WMCയുടെ പ്രവർത്തകരുടെ എത്തി വലിയ സന്തോഷമുണ്ട്. പത്തനാപുരത്തിൻ്റെ പ്രിയപ്പെട്ട ഫിലഡൽഫിയയിലെ WMCൻ്റെ PRO കൂടിയായിട്ടുള്ള ഞങ്ങളുടെ ജോസ് നൈനാൻ സാറും ആ കൂട്ടത്തിലുണ്ട്. അതെല്ലാം വലിയൊരു സന്തോഷമാണ്. എന്തായാലും ശരി, ഇത് മനോഹരമായി ഭംഗിയായി വളരെ ചിട്ടയോടുകൂടി നടത്തുവാൻ ഗാന്ധി ഭവൻ്റെ എല്ലാ സേവന പ്രവർത്തകരും ഗാന്ധി ഭവൻ്റെ എല്ലാ കൂട്ടായ്മയും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഈ സന്തോഷ മുഹൂർത്തത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഗാന്ധി ഭവൻ്റെ അഭ്യർത്ഥന. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ 30ാം വാർഷികം പ്രമാണിച്ച് അമേരിക്ക റീജിയനിലുള്ള ഫിലഡൽഫിയ പ്രൊവിൻസിൻ്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2-ന് പത്തനാപുരം ഗാന്ധി ഭവനിൽ വെച്ച് നടത്തുന്ന സമൂഹ വിവാഹം വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഫിലഡൽഫിയ പ്രൊവിൻസ് എടുത്തിട്ടുള്ളതാണ്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ കേരള കൗൺസിൽ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് ഒന്നിച്ചു കൂടുകയും അതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നതിനുള്ള തീരുമാനവും ഒക്ടോബർ 2-ന് നടക്കുന്ന വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകളും നടത്തുക എന്നുള്ളതാണ് ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. ഗാന്ധി ഭവനിൽ സന്ദർശിച്ചുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള ഒരു
പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടാണ് പ്രതിനിധികൾ തിരിച്ചുപോയത്. ബഹുമാനനായിട്ടുള്ള ഗാന്ധി ഭവന്റെ ഡയറക്ടറായിട്ടുള്ള പുനലൂർ സോമരാജൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകളും കാര്യങ്ങളുമെല്ലാം നടന്നിട്ടുള്ളത്. ഗാന്ധി ഭവനിൽ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ പ്രത്യേകമായി പഠിപ്പിക്കുന്ന ആ സ്കൂളിലെ കുട്ടികൾ നടത്തിയ ഒരു പരിപാടിയിൽ അതിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകുന്നതിനും വേൾഡ് മലയാളി കൗൺസിൽ ഫിലാഡൽഫിയ പ്രൊവിൻസിൻ്റെ പ്രവർത്തകർ അതിന് തയ്യാറായി. അതുപോലെ തന്നെ ഒക്ടോബർ 2 നടക്കുന്ന വിവാഹ ചടങ്ങിന് വേണ്ടി 25 പെൺകുട്ടികളുടെ നിർധനരായിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹമാണ് നടത്തുന്നതിന് തീരുമാനമെടുത്തിട്ടുള്ളത്. അത് അമേരിക്ക റീജന് കീഴിൽ പ്രവർത്തിക്കുന്ന ഫിലാഡൽഫിയ പ്രൊവിൻസാണ് അതിൻ്റെ പണം മുടക്കുന്നത്. എല്ലാ ആളുകൾക്കും 3.25-4 ലക്ഷം രൂപയ്ക്കകത്തുള്ള സ്വർണം, തുണികൾ, ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒക്ടോബർ 2 നടത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇതിനു വേണ്ടി പത്തനാപുരം ഗാന്ധി ഭവനാണ് അതിനുള്ള കാര്യങ്ങൾ, അതിലുള്ള ആളുകളെ, പെൺകുട്ടികളെ, നിർധനരായിട്ടുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ ആ തിരഞ്ഞെടുത്ത 25 കുടുംബവും 25 ആൺകുട്ടികളെയും കൂടി കണ്ടെത്തിക്കൊണ്ടാണ് ഈ ഒരു ചടങ്ങിനുള്ള നേതൃത്വം വഹിച്ചത് ഗാന്ധി ഭവൻ. അതിൽ വളരെയധികം അപേക്ഷകരാണ് ഗാന്ധി ഭവനിൽ അപേക്ഷ നൽകിയിരുന്നത്. അത് സോർട്ട് ചെയ്തെടുക്കുവാനും ഈ ഒരു പ്രസ്ഥാനത്തിന് വളരെയധികം കടമ്പകൾ കടന്നുകൊണ്ട് തന്നെയാണ് കുറ്റമറ്റ രീതിയിലുള്ള ആ ഒരു ചടങ്ങ് അവർ പൂർത്തീകരിച്ചത്. 25 പേരുടെയും ലിസ്റ്റുകൾ പൂർത്തീകരിച്ച് ഫിലാഡൽഫിയ പ്രൊവിൻസിനെ ആ ലിസ്റ്റുകളെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിനുള്ള തയ്യാറെടുപ്പുകളാണ് മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവാഹം നടക്കുന്ന ആ കുടുംബാംഗങ്ങളുടെയും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ തലത്തിലുള്ള വിവിധ ആളുകളുടെയും കേരള കൗൺസിൽ ഉൾപ്പെടെ പ്രൊവിൻസുകൾ ഉൾപ്പെടെ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തകരും ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ പത്തനാപുരം ഗാന്ധി ഭവനിൽ എത്തുന്നു. നാട്ടുകാർക്കും അതിൽ പങ്കെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. വളരെയധികം 1600ഓളം പാവപ്പെട്ട ആളുകൾ, ദ്രോഹികളായിട്ടുള്ളവരും അനാഥരായിട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അവർ സനാഥരായി നിൽക്കുന്ന ഒരു കേന്ദ്രമാണ് ഗാന്ധി ഭവൻ. അതിനെ സംബന്ധിച്ചും കൂടുതൽ വാർത്ത വിവരങ്ങളും വീഡിയോകളും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇത് വളരെ വലിയ ഒരു പരിപാടി തന്നെയാണ്. എല്ലാവരെയും അതിനകത്തേക്ക് സുസ്വാഗതം. ഗാന്ധി ഭവനിലേക്ക് എനിക്കിന്ന് വരുവാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി ഞാൻ കാണുന്നു. ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് ഇന്നത്തെ ഗാന്ധി ഭവന്റെ വിസിറ്റോടുകൂടി. ഞാൻ ഗാന്ധി ഭവനെ പറ്റി കേട്ടറിഞ്ഞ് നമ്മുടെ സോമരാജൻ സാറുമായിട്ട് നിരന്തരമായി ഫോൺ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കണ്ട് ഇതിൻ്റെ ഏതാണ്ട് 1600 പേരോളം പല സ്ഥലങ്ങളിൽ പല രീതികളിൽ വർക്ക് ചെയ്യുന്ന അവരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പൂർണ്ണമായി നിറഞ്ഞു. മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹം ഞാൻ കണ്ടു. അത് പൂർണ്ണമായി നിങ്ങൾ എവിടെയായിരുന്നാലും, ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ ഗാന്ധി ഭവന് വരണം. നിങ്ങൾ കാണണം. നിങ്ങളുടെ മനസ്സ് നിറയും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും. കാരണം എന്ന് ചോദിച്ചാൽ വളരെ കഷ്ടപ്പെടുന്നവരെ തോളോട് ചേർന്ന് പേർച്ച് പിടിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു വിഭാഗം വലിയ ആൾക്കാരുടെ സമൂഹമാണ്. അനേകം മതം അമ്മമാരെ, അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള കുട്ടികൾ, അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തിയുള്ളവർ, ഇവരെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഗാന്ധി ഭവൻ എല്ലാവർക്കും രാവിലെയും വൈകിട്ടും ഭക്ഷണങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ, ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ എല്ലായിടത്തും ഭക്ഷണം ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എവിടെയൊക്കെ ആയിരുന്നാലും, ഞാൻ കേൾക്കുന്ന എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും അവിടെ എവിടെയൊക്കെ ആയിരുന്നാലും നിങ്ങൾ അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഗാന്ധി ഭവൻ സന്ദർശിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വേൾഡ് മലയാളി കൗൺസിലിന് വേണ്ടി ഞാൻ